മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേയുടെ രൂപരേഖ തയ്യാറായി. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്ന് എം വിജിൻ MLA പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗം ചേർന്നു. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് അന്തർദേശീയ നിലവാരത്തിലുള്ള തീരദേശ ഹൈവേ ഒരുങ്ങുന്നത്. മാടായി രാമന്തളി പഞ്ചായത്തുകളിലെ ചൂട്ടാട്, പാലക്കോട് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഓലക്കാൽ കടവ് പാലവും മാട്ടൂൽ അഴീക്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാട്ടൂൽ സൗത്ത് അഴീക്കൽ പാലവും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കും. കല്യാശ്ശേരി മണ്ഡലത്തിലെ ചൂട്ടാട് മുതൽ മാട്ടൂൽ സൗത്ത് വരെ കടന്നുപോകുന്ന തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് ചർച്ച ചെയ്യുന്നതിനായി എം വിജിൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്ന് എം വിജിൻ MLA പറഞ്ഞു. തീരദേശ ഹൈവേ വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അലൈൻമെന്റ് നമ്മൾ അന്ന് സർവേ നടക്കുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാനത് ഇവിടെ പറഞ്ഞത് വീണ്ടും സൈക്കിൾക്ക് വേണ്ടി ആവർത്തിക്കാം. ഞാനൊക്കെ കേട്ടതന്നെ വീണ്ടും കേൾക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഉടനെ നമുക്ക് ഞാൻ MLA ഞാൻ എഞ്ചിനീയർമാർക്കും അവിടെ സൈറ്റിൽ പോകേണ്ടി വന്നു ഒരു ദിവസം. അപ്പോൾ ആ ദിവസം പോയപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ജോയിയേട്ടൻ ഉണ്ടായിരുന്നു, അവിടെ വേണുവാട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് അവിടെയുള്ള ചില പുതിയ നാട്ടിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ സർവേ നടത്തിയപ്പോൾ ഈ അലൈൻമെന്റ് നമ്മളൊന്ന് നടന്നു നോക്കിയത്. ഏത് വീടുകളൊന്നും നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഒരു അലൈൻമെന്റ് ഏത് എന്ന് നോക്കിയിട്ട് നടന്നു നോക്കിയത്. അതേസമയം വികസനത്തിന് എതിരല്ലെന്നും പദ്ധതിയിലൂടെ ഭൂമിയും കെട്ടിടങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് തക്കതായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ജനങ്ങൾ പറഞ്ഞു. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഉള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്കുണ്ടാകുന്ന ചില ആശങ്കകളുണ്ട് ജനങ്ങളുടെ ഭാഗത്തുള്ള. അതുകൂടി പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒന്ന്, വീടുകൾ നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കണം ഈ വികസന പ്രവർത്തനങ്ങൾ വരേണ്ടത്. അതോടൊപ്പം ജനങ്ങളുടെ ഭൂമി വലിയ രൂപത്തിൽ നഷ്ടപ്പെടാതെ കടൽ ഭിത്തിയോട് ചേർന്നുകൊണ്ട് ആയിരിക്കണം. ചില ഭാഗങ്ങളിൽ വീടുകളെ സംരക്ഷിക്കുന്ന രൂപത്തിൽ അല്പം മാറിയും ആയിരിക്കണം ഇത് വരേണ്ടിയിരുന്നത്. കടൽ ഭിത്തിയിൽ നിന്ന് ഭൂമികളെ മാറിത്തിരിച്ചുകൊണ്ട് ഭൂമിയെ രണ്ടായി തിരിക്കുന്ന രൂപത്തിൽ ഒരിക്കലും തന്നെ ഈ വികസന പ്രവർത്തനം, ഈ റോഡ് വന്നാൽ ജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള നഷ്ടമുണ്ടാകും. ഡിസംബർ 11 പദ്ധതി പ്രദേശം ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സന്ദർശിക്കും. യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ, കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ, KV മനോജ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ഫാരിഷ, സഹീദ് കായിക്കാരൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.